الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا وكذلك أخذ ربك إذا أخذ القرى وهي ظالمة إن أخذه أليم شديد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യങ്ങളിലെല്ലാം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ നാം കാണുന്ന രണ്ട് സമീപനങ്ങളാണ് പാപങ്ങളോടുള്ള, തെറ്റുകളോടുള്ള രണ്ട് കാഴ്ചപ്പാട്. ഒന്ന്, എന്തു മാരകമായ തെറ്റും പ്രവർത്തിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത, മനസ്സാക്ഷിക്കുത്തുമില്ലാത്ത ആളുകൾ. ക്രൂരമായ കൊലപാതകങ്ങൾ എത്രയെത്രയാണ് നമ്മൾ കേട്ടത്. അതേപോലെ തന്നെ ബലാത്സംഗങ്ങൾ, വ്യഭിചാരങ്ങൾ, കോടികൾ ആളുകളെ വഞ്ചിച്ചെടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത ആൾ. അതൊക്കെ തൽക്കാലം കോടതിയിൽ നിന്നോ കേസിൽ നിന്നോ സുരക്ഷിതരാകാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഒളിവിൽ താമസിപ്പിച്ച് തൽക്കാലം തന്റെ മാനം രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ പ്രശ്നമില്ല. എന്ത് തെറ്റ്, അത് എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര പരമാവധിയാണെങ്കിലും അത് ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത മാനസികാവസ്ഥ അതിന്ന് നമ്മൾ ലോകത്ത് കാണുന്നുണ്ട്. നമുക്കൊരിക്കലും വിശ്വസിക്കാനാവാത്ത ചിത്രങ്ങളാണ് സംഭവിച്ചു പോകുന്ന പാപങ്ങളിൽ നമ്മൾ ദർശിക്കുന്നത്. മറ്റൊരു വശം, തെറ്റു ചെയ്തിട്ടില്ലെന്ന് പറയാവുന്ന അവസ്ഥയിൽ അത്രയും നിസ്സാരങ്ങളായിട്ടുള്ള പാപങ്ങൾ സംഭവിച്ചു പോകുന്നവരുടെ അതിശക്തമായ മാനസിക സംഘർഷം. ഞാൻ എന്താണ് ആയിപ്പോവുക, ഞാൻ വലിയൊരു പാപിയാണ്, വലിയൊരു തെറ്റുകാരനാണ് എന്ന നിലക്ക് സംഭവിച്ചു പോകുന്ന നിസ്സാരമായ അബദ്ധങ്ങളിൽ വ്യാകുലപ്പെട്ട് മാനസിക നില തെറ്റിപ്പോകുന്നവർ. ഈ രണ്ട് വശങ്ങളും ഇന്ന് നാം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാപങ്ങളോട്, തെറ്റുകളോട് എന്തൊരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നത് നാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒന്ന്, തെറ്റുകളിൽ അമിതമായി നിരാശപ്പെട്ടു പോയി മാനസിക നില തെറ്റിപ്പോകുന്ന ധാരാളം ആളുകളെ നമ്മൾ ഇന്ന് കാണും. അതാണ് നാം ആദ്യം പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും പരിശോധിക്കുമ്പോൾ തെറ്റ് സംഭവിക്കും തന്നെ. അപ്പോൾ നമുക്ക് വല്ല തെറ്റുകളും അപാകതകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഒരുപക്ഷെ അത്തരം ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ തെറ്റ് ചെയ്യാൻ അനുമതിയുണ്ടോ എന്ന് തെറ്റിദ്ധരിച്ചു പോകത്തക്ക വിധത്തിൽ പാപങ്ങൾ സംഭവിക്കു പോകും എന്ന അസ്തിത്വത്തെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്.
ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും: ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദം ഹദ്ദഹു മിനസ് സിന. വ്യഭിചാരത്തിൽ നിന്നും ഒരു വിഹിതം എല്ലാ മനുഷ്യനും അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അദ്റക ദാലിക ലാ മഹാല. അതവൻ പ്രാപിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു നിസ്സാരമായ അളവിലെങ്കിലും ഒരവിഹിതം ഒരു മനുഷ്യനിൽ സംഭവിക്കാതിരിക്കില്ല. ഒരു നോട്ടം, അതാണ് നബി വിശദീകരിക്കുന്നത്. തുറന്നു പറയുന്നു, ഫസിനൽ ഐൻ അൻ-നദർ. കണ്ണിന്റെ നോട്ടമാണ് കണ്ണിന്റെ വ്യഭിചാരം. അപ്പോ ആർക്ക് പറയാൻ പറ്റും ഒരു വികാരത്തോടുകൂടെ അവിഹിതമായി ഒരു നോട്ടം ഒരു അന്യ സ്ത്രീയിലോ ഒരു പുരുഷനിലോ സംഭവിച്ചിട്ടില്ലെന്ന് പറയാൻ ആർക്കാ പറ്റുക? അതുകൊണ്ടാണ് പറയുന്നത് ഒരു വിഹിതം സംഭവിക്കുക തന്നെ ചെയ്യും. വസിനൽ ലിസാൻ അൽ മന്തിഖ്. അതേപോലെ തന്നെ നാവിന്റെ വ്യഭിചാരം സംസാരമാണ്. വന്നഫ്സു തമന്ന വതഷ്തഹി. മനസ്സ് ആഗ്രഹിക്കുകയും വ്യാമോഹിക്കുകയും ചെയ്യുന്നു. വ്യഭിചരിക്കാനും തെറ്റു ചെയ്യാനും മനസ്സിന് മോഹമുണ്ടാകും. നോട്ടവും സംസാരവും ഒക്കെ സംഭവിക്കുമ്പോൾ വൽ ഫർജു യുസദ്ദിഖു ദാലിക കുല്ലഹു വയുകദ്ദിബുഹു. ഒരുപക്ഷേ മുഖ്യസ്ഥാനം അത് സാക്ഷാത്കരിച്ചേക്കാം. ചില ആളുകളിൽ ചില ശാരീരികമായ വ്യഭിചാരങ്ങൾ സംഭവിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് അത് എത്തിയേക്കാം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് വ്യഭിചരിക്കാനോ അന്യരെ അവിഹിതമായി നോക്കാനോ ഉള്ള അനുവാദമല്ല. ഫമിൻ ഹാദൽ ഹദീസ് യഅലമുൽ അബ്ദു അന്നഹു വാഖിഉൻ ഫിദ്ദംബി ലാ മഹാല. തെറ്റു സംഭവിക്കും എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ നബി വചനം. അതുകൊണ്ട് ഫയജിബു അലൈഹി അൻ യുബാദിറ ബിത്തൗബ. സംഭവിച്ചു പോയാൽ പെട്ടെന്ന് തന്നെ അള്ളാഹുവോട് ഖേദിച്ചു മടങ്ങണം. ആരാണ് ഖേദിച്ചു മടങ്ങുക? ബോധപൂർവം തെറ്റ് ചെയ്യുന്നവനല്ല. സാഹചര്യങ്ങളെ കൊണ്ട് തെറ്റു സംഭവിക്കുന്നവൻ പിന്നീട് ഇനിയുമാകാമെന്ന് വിചാരിക്കരുത്. എത്ര പെട്ടെന്ന് അവന് തൗബ ചെയ്യാൻ പറ്റുമോ അവൻ തൗബ ചെയ്യണം. വഅല്ലാ യുസിറ അലാ മാ ഫഅൽ. അവൻ പ്രവർത്തിച്ചതിൽ അവൻ ശഠിച്ചു നിൽക്കാനും പാടില്ല എന്നാണ്. ഇതൊരിക്കലും ഫലൈസൽ ഹദീസ് ഉദ്റൻ ലിഇർതികാബി ദുനൂബ്. തെറ്റുകൾ സംഭവിക്കാൻ ന്യായമല്ല ഇത്. ബോധപൂർവമാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ശിക്ഷയും അതിന്റെ പാപവും അവൻ ഏറ്റുവാങ്ങേണ്ടി വരും. മറിച്ച് എന്തിനാണ് അള്ളാഹു ഇത് പറഞ്ഞത്? വലാകിന്നഹു യദ്ഉ ലിത്തൗബ വൽ മുബാദറതി ഇലൈഹാ. തെറ്റ് സംഭവിച്ചവൻ ഇങ്ങനെ തെറ്റുപറ്റിപ്പോയല്ലോ എന്ന നിരാശനായി ആകെ വിഷാദ രോഗിയായി കഴിയരുത്. മറിച്ച് തെറ്റിൽ ചെറിയ അളവൊക്കെ സംഭവിച്ചു പോകാം. പക്ഷെ ആത്മാർത്ഥമായ ഖേദത്തിലൂടെ പശ്ചാത്താപത്തിലൂടെ അള്ളാഹുവിലേക്ക് തിരിച്ചു വരാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. സൂറത്തുന്നൂറിലെ 31-ാമത്തെ വചനം വിശദീകരിക്കവേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ഇതേ ആശയം പറയുന്നുണ്ട്. ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചു പോകുന്നതിൽ നിരാശപ്പെട്ട് മാനസിക രോഗികളായി പോവാതിരിക്കാനാണ് ഈ തെറ്റിനെ കുറിച്ചുള്ള ഈ അവസ്ഥ നമുക്ക് പറഞ്ഞു തരുന്നത്. വതുബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അതാണ് സൂറത്തുൻ നൂറിലെ 31-ാമത്തെ വചനം. വതുബൂ ഇലല്ലാഹി ജമീഅൻ. നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൂ. അയ്യുഹൽ മുഅ്മിനൂൻ, ഏ സത്യവിശ്വാസികളെ. എല്ലാ സത്യവിശ്വാസികളോടും തൗബ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ചോദിക്കുന്നത് എല്ലാ വിശ്വാസികളോടും തൗബ ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? മിൻഹ അന്ന അംറഹു ലിജമീഇൽ മുഅ്മിനീൻ ബിത്തൗബ ഫി ഹാദ സിയാഖ് തംബീഹുൻ അലാ അന്നഹു ലാ യഖ്ലു മുഅ്മിനുൻ മിൻ ബഅദി ഹാദിഹി ദുനൂബ്. ഇത്തരം ചെറിയ ചെറിയ തെറ്റുകളൊന്നും സംഭവിക്കാത്ത ഒരാൾ ഉണ്ടാവില്ലാന്ന് അള്ളാഹ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് എല്ലാ സത്യവിശ്വാസികളോടും തൗബ ചെയ്യൂ എന്ന് അള്ളാഹ് പറയാൻ കാരണം. തർക്കു ഗള്ളിൽ ബസർ വഹിഫ്ളുൽ ഫർജ്. കണ്ണുകളൊന്നും പാളിപ്പോവാത്ത, എവിടെയെങ്കിലും ചെറിയൊരു അവിഹിതങ്ങൾ സംഭവിച്ചു പോകാത്ത ആരാണ് ഉണ്ടാവുക എന്നാണ്. പക്ഷേ ചില ആളുകൾ ധാരാളമായി തെറ്റ് ചെയ്യും, ചില ആളുകൾ കുറച്ചേ ചെയ്യുള്ളൂ. അതൊക്കെ അവനവന്റെ വിശ്വാസവും ഈമാനും അനുസരിച്ച് ഇരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് നബി പറഞ്ഞത് കുല്ലു ബനി ആദം ഖത്താഅ് വഖൈറുൽ ഖത്താഈന അത്തവ്വാബ്. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്, പക്ഷെ തെറ്റു ചെയ്യുന്നവരിൽ ഉത്തമരുണ്ട്. ആരാണ്? സംഭവിച്ചു പോയ തെറ്റിൽ അങ്ങേയസ്ത മനസ്താപത്തോടുകൂടെ മടങ്ങുന്നവരാണ് അവർ എന്നാണ്. അള്ളാഹു പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസിലുണ്ട്, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ. രാവും പകലും നിങ്ങൾ തെറ്റു ചെയ്തുകൊണ്ടേയിരിക്കും. വഅന അഗ്ഫിറുദ് ദുനൂബ ജമീഅൻ. എല്ലാ തെറ്റും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. വലാ ഉബാലി, അതൊന്നും ഞാൻ പരിഗണിക്കയില്ല. ഫസ്തഗ്ഫിറൂനി അഗ്ഫിറു ലക്കും. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം
എന്നും അള്ളാഹു പറയുന്നുണ്ട്. മജ്മുഉൽ ഫതാവയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇത് പറഞ്ഞത് എന്തിനാണ് സുഹൃത്തുക്കളെ? നമുക്കൊക്കെ തെറ്റ് ചെയ്യാനുള്ള അനുവാദത്തിനാണോ? അല്ല. ചെറിയ ചെറിയ അപാകതകളൊക്കെ സംഭവിച്ചു പോയ ആളുകൾ ആകെ ടെൻഷനായി നിരാശപ്പെട്ട് അത്തരം ആളുകളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഇന്ന് വർദ്ധിച്ചു വരുന്നു. നിസ്സാരമായ ചില തെറ്റുകൾ സംഭവിക്കുമ്പോഴേക്കും പുതിയ ലോകം ഭയം സൃഷ്ടിക്കുന്ന ഈ ജീവിത സാഹചര്യങ്ങളിൽ ചെറിയ തെറ്റുകളെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ ചില ആളുകളെ മാനസിക വിഷാദങ്ങളിലേക്കും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മഹാപാപങ്ങൾക്ക് പ്രത്യേകമായ തൗബ ആവശ്യമാണ്. മഹാപാപം അള്ളാഹും റസൂലും നിരോധിച്ച വൻ പാപങ്ങൾ ഒരാൾക്ക് സംഭവിച്ചാൽ പ്രത്യേകമായി തൗബ ചെയ്യണം. നിങ്ങൾ വൻ പാപങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ചെറുതൊക്കെ ഞങ്ങൾക്ക് പുറത്തു, ചെറുതല്ല പുറത്ത്, പക്ഷെ വലുതെന്ത് ചെയ്യണം? അള്ളാഹുവോട് പ്രത്യേകമായി തൗബ ചെയ്യുകയും അത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ യാതൊരു ലജ്ജയുമില്ലാതെ എന്ത് തെറ്റും, പൈസ ഉണ്ടായാൽ മതി, ഏത് വഴിക്ക് കളവായാലും വഞ്ചനയായാലും എന്ത് തോന്നിയാസാണെങ്കിലും അതൊക്കെ മറച്ചു വെക്കാൻ തൽക്കാലം പറ്റുകയാണെങ്കിൽ എന്തും ചെയ്യാമെന്നാണ്. ആ അവസ്ഥയല്ലേ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വായിക്കുന്ന വാർത്തകളിൽ കാണുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരം തെറ്റ് ചെയ്യുന്ന ആളുകളുടെ വിചാരം താരങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വലിയൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നാണ്. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലയുംലി ലിദ്ദാലിം. അക്രമം ചെയ്യുന്നവൻ അള്ളാഹു ചെറിയൊരു അവധി ഇങ്ങനെ നീട്ടിക്കൊടുക്കും. അപ്പൊ ഇത് അഖദഹു ലം യഫ്ലുതു, എന്നിട്ട് പടച്ചവനൊരു പിടുത്തൻ പിടിക്കും. ആ പിടുത്തത്തിൽ നിന്ന് അവന് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. കാണുന്നില്ലേ സുഹൃത്തുക്കളെ ലോകത്ത് അങ്ങനെ എന്ത് നെറികേടും എന്ത് കൊലപാതകവും എന്ത് ക്രൂരകൃത്യങ്ങളും ചെയ്താൽ ആരുണ്ട് ചോദിക്കാനെന്ന് അധികാരത്തിന്റെ ബലത്തിലും സമ്പത്തിന്റെ ബലത്തിലും ഒക്കെ ഉള്ള ആളുകളുടെ ചില പര്യവസാനങ്ങൾ നമ്മളൊക്കെ കേൾക്കുന്നില്ലേ? അതൊക്കെ മുമ്പ് പ്രവചിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് തുടക്കത്തിൽ ഓതി വെച്ച സൂറത്ത് ഹൂദിലെ 102-ാമത്തെ ആയത്ത്, വകദാലിക അഖദു റബ്ബിക ഇദ് അഖദൽ ഖുറ. ഒരു ഗ്രാമക്കാരെ അള്ളാഹു ശിക്ഷിക്കാൻ വേണ്ടി പിടിച്ചാൽ അങ്ങനെയൊക്കെ അള്ളാഹ് ശിക്ഷിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു തുടക്കേക്കാരം, പിന്നെ അത് മുന്നോട്ട് പോകും. വഹിയലാലിമ, അക്രമികളായ ഒരു ഗ്രാമത്തെ, ഒരു നാടിനെ, ഒരു രാജ്യത്തെ അക്രമികളെ അള്ളാഹു പിടികൂടാൻ തുടങ്ങും. പിടികൂടാൻ തുടങ്ങിയാലോ ഇന്ന അഖ്ദഹു അലീമുൻ ശദീദ്, അവന്റെ പിടുത്തം നല്ല വേദനയുള്ളതും ശക്തമായതും തന്നെ ആകുന്നു എന്നാണ്. തെറ്റുകൾക്ക് ശിക്ഷ ഇവിടെ തന്നു പോവുകയാണെങ്കിൽ നല്ലതാ സുഹൃത്തുക്കളെ. തെറ്റുകൾക്ക് ശിക്ഷ ഇവിടെ തന്നു പോവുകയാണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ടാണ് ദീർഘകാലം രോഗങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ കിടക്കുന്ന ആളുകളോട് നമ്മൾ ആശ്വസിപ്പിച്ച് പറയാറുള്ളൊരു നബി വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസുഖത്തിൽ കിടക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ നബിന്റെ അടുക്കൽ ഞാൻ ചെന്നപ്പോൾ നബി രോഗത്തിലാണ്. വഹുവ യുഅഖു വഅഖൻ ശദീദ, നബി വല്ലാത്ത വേദന അനുഭവിക്കുന്ന പോലെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ നബിയോട് പറഞ്ഞു, ഇന്നക ലതുഅഖു വഅഖൻ ശദീദ, താങ്കൾ വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ടല്ലോ. ഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നദാക ബി അന്ന ലക അജ്റൈൻ, അതുകൊണ്ട് പ്രവാചകരെ എത്ര ഇരട്ടി വേദനയുണ്ടോ അത്ര ഇരട്ടി പ്രതിഫലവും താങ്കൾക്കുണ്ടാകുമല്ലോ എന്ന് റസൂലുള്ളാഹിയോട് അദ്ദേഹം പറഞ്ഞു. നബി പറഞ്ഞു, അജൽ, അതെ, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ ഇല്ലാ ഹത്തല്ലാഹു അൻഹു ഖതായാഹു. ഒരു മുസ്ലിമിന് എന്തെങ്കിലും വിപത്ത് പറ്റിയാൽ അവന്റെ പാപം അവനിൽ നിന്ന് അല്ലാഹു കൊഴിച്ചു കളയും. കമാ തഹത്തു വറഖു ഷജറ, ഒരു മരത്തിന്റെ ഇല പൊഴിയുന്നത് പോലെ അതെന്തെയും കൊഴിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ ദീർഘകാലം രോഗത്തിലൊക്കെ കിടന്നാൽ നമുക്ക് സമാധാനിക്കാം. എന്ത്, അവിടെയൊക്കെ പാപങ്ങൾ ആ ഓരോ ദിനരാത്രങ്ങളിലും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് ആശ്വസിക്കാൻ വകയുണ്ട്. അതുകൊണ്ട് ഒരാള് ഇഹലോകത്ത് ശിക്ഷ മുഴുവൻ ഇഹലോകത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നതിനർത്ഥമില്ല. അങ്ങനെ പ്രാർത്ഥിച്ച ഒരാളെ കുറിച്ചും ഹദീസിൽ പറയുന്നുണ്ട്. ഒരാള് നബി സ്വല്ലല്ലാഹു അലൈഹി ഒരാളെ കണ്ടു, മിസ്ലൽ ഫറഹി എന്നാണ്, ഒരു കുരുവിയെ പോലെ ആകെ ക്ഷീണിച്ച് മെലിഞ്ഞ് രോഗിയായി ഒരാളെ കണ്ടു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ കുൻത തദ്ഉ ബിശൈഇൻ ഔ തസ്അലുഹു ഇയ്യാ, വല്ലതിനും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നോ, വല്ലതിനും വേണ്ടി ചോദിച്ചിരുന്നോ എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, അല്ലാഹുമ്മ മാ കുൻത മുആഖിബീ ഫിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ, പരലോകത്ത് വല്ല ശിക്ഷയും പടച്ചോനെ നീ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് എനിക്ക് തന്നോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ് ലാ തുതീഖു, അങ്ങനെ ചോദിക്കരുത് സുഹൃത്തെ. അല്ലാഹ് ആ ശിക്ഷ ദുനിയാവിൽ തന്നാൽ നിനക്കത് ഏറ്റെടുക്കാൻ കഴിയാത്തതാണ് എന്ന് നിനക്ക് കഴിയൂല. നീ എന്തേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ? അല്ലാഹുമ്മ ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. സുഹൃത്തുക്കളെ, വന്നു പോകുന്ന പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും അള്ളാഹു എന്ത് ചെയ്യും? പരലോകത്ത് നമുക്ക് പാപങ്ങൾ കൊടുത്തു തരും. എന്നാൽ ചില ആളുകളുണ്ട്, അവർക്ക് എന്താ, ഇവിടുന്നും അതിന്റെ
ഫലം അവരനുഭവിക്കും. നാളെ പരലോകത്തും ശിക്ഷ ഉണ്ടാകും. മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജിലല്ലാഹു തആല ലിസ്വാഹിബിഹി അൽഉഖൂബ ഫിദ്ദുനിയ മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറ. പരലോകത്തേക്കുള്ള ശിക്ഷയ്ക്ക് ഒരു കുറവും വരുത്താതെ ദുനിയാവുന്ന ചില പാപങ്ങൾക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കും. അതിൽ ഒന്നെന്താരെങ്കില് മിസ്ലുൽ ബഗി, അക്രമമാണ്. ഒരിക്കലും സംഭവിക്കും. അക്രമം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ മാനസിക നിലയോ ജീവിതാവസ്ഥയോ ഒന്നും പരിഗണിക്കാതെ എന്ത് ചെയ്യുക, അവനെ ദ്രോഹിക്കുക. അതിപ്പോ ഒരു കൊലപാതകം മാത്രമല്ല, എന്താണെങ്കിലും മറ്റൊരുത്തനെ എന്ത് ചെയ്യുക, ആക്രമിക്കുക, ബോധപൂർവം ആക്രമിക്കുക. അങ്ങനെ ആക്രമിക്കുന്ന ആളുകൾക്ക് ഇവിടുന്ന് കൊടുക്കുന്നതാണ്, പരലോകത്ത് കുറവുണ്ടാവൂല. റഹിം, കുടുംബ ബന്ധം മുറിച്ചു കളയാ. തന്റെ അകാരിബുകളോട്, ബന്ധുക്കളോട്, തനിക്ക് ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാപ്പ എന്താണായിക്കോട്ടെ, ഉമ്മ എന്തായിക്കോട്ടെ, നമുക്ക് പ്രശ്നമല്ല എന്നൊക്കെ സമീപിക്കുന്ന ആളുകളുണ്ടല്ലോ. നമ്മുടെ ശക്തിയും നമ്മുടെ പ്രതാപവും കഴിവുപയോഗിച്ച് നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത, നമ്മളിൽ നിന്ന് അവകാശങ്ങൾ വാങ്ങാൻ പറ്റാത്ത ദുർബലരോട് കാണിക്കുന്ന അനീതി, കുടുംബബന്ധം വിച്ഛേദിക്കൽ. മറ്റൊന്നെന്താ അറിയോ, ഖിയാന, വഞ്ചന, ചതിക്കുക. ചില സൂത്രങ്ങളും തന്ത്രങ്ങളും അറിവുകളൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റും. ആ പറ്റിക്കുന്നവരൊക്കെ അതിന്റെ വിഹിതം ഇവിടുന്ന് വാങ്ങി പോണ്ടിരുന്നാണ്. കളവ് പറയുന്നവനും കളവ് ചെയ്യുന്നവനും ഒക്കെ എന്ത് ചെയ്യും, അതിന്റെ ചില ഫലങ്ങൾ ഇവിടുന്ന് വാങ്ങിപ്പോണം, അവിടുന്ന് വേറെയും വാങ്ങണം എന്നാണ്. അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. മാ ലഹറ ഫീ ഖൗമിൻ അസ്സിന അവിർ റിബ ഇല്ല അഹല്ലു ബി അൻഫുസിഹിം അദാബല്ലാഹ്. വ്യഭിചാരത്തിലും പലിശയിലുമൊക്കെ ആവുന്ന ജനങ്ങൾക്ക് ഇവിടെ തന്നെ ശിക്ഷ കൊടുത്തിട്ടേ അള്ളാഹു പറഞ്ഞയക്കുള്ളൂ. മറ്റൊന്നെന്താരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാം, റസൂലുള്ളാഹിനെ പരിഹസിക്കുന്ന ആളുകൾ, കളിയാക്കുന്ന ആളുകൾ, പ്രവാചക വചനങ്ങളെയും പ്രവാചകന്റെ വ്യക്തിത്വത്തെയും കുടുംബജീവിതത്തെയും ഒക്കെ കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പരിഹസിക്കുന്ന ആളുകൾ. അത് എന്തിന്റെ പേരിലാണെങ്കിലും സുഹൃത്തുക്കൾ, അതിനൊക്കെ നേർക്ക് നേരെ മരിക്കുന്നതിന് മുമ്പ് അവർക്കൊക്കെ ചില ദുരന്തങ്ങൾ ആളുകൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നതാണ് ശിക്ഷകളായിക്കൊണ്ട്. മുഹമ്മദ് നബിയെ, നിന്നോട് പറഞ്ഞ കാര്യം നീ ഉറക്കെ പറഞ്ഞു, ആരും പേടിക്കണ്ട, ഒരു കുട്ടിയും നിന്നെ ഒന്നും ചെയ്യില്ല. ബഹുദൈവ വിശ്വാസികളെ നീ അവഗണിച്ചു കൊള്ളുക. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഇൻ, നിന്നെ പരിഹസിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി. നിന്നെ കളിയാക്കുന്നവരെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അത് ഞാൻ മതി. അതിനെന്ന് അല്ലാഹു പറയുന്നു, അല്ലദീന യജഅലൂന മഅല്ലാഹി ഇലാഹൻ ആഖിർ ഫസൗഫ യഅലമൂൻ. അല്ലാഹുവിന്റെ കൂടെ പങ്കാളികളെ ചേർത്തവരാണവർ, അവർ ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുമെന്നാണ്. ഇമാം സഅദി, നാസിറു സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഫഇന്നഹു മാ തല്ലാഹു റഹദുൽ ലിസ്തിഹ്സാഇ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിമാ ജാഅ ബി. റസൂലുള്ളാഹി കൊണ്ടുവന്ന ഹദീസുകളെയോ റസൂലുള്ളാഹിന്റെ ജീവിതത്തെ ആരെങ്കിലും പരിഹസിച്ചാൽ ഇല്ല അഹ്ലകഹുല്ലാഹു വഖതലഹു ശർറ ഖത്ല, അവനെ വളരെ മോശമായ ഒരു വധം, മരണം അവനുണ്ടായിരിക്കും. അതേപോലെ തന്നെ അവനെ അള്ളാഹു നശിപ്പിച്ചു കളയുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇഹലോകത്തും പരലോകത്തും ശിക്ഷ കിട്ടുന്ന മഹാപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുക. നിസ്സാരമായ തെറ്റുകൾക്ക് അള്ളാഹുവോട് പശ്ചാത്തപിക്കുകയും നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. നിരാശപ്പെട്ട് ജീവിതം തന്നെ ഒഴിവാക്കി നിസ്കരിക്കാൻ പോലും തോന്നാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന രൂപത്തിൽ പാപങ്ങൾ നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ല. നിരാശ അവിശ്വാസത്തിന്റെ ഭാഗമാണ്, നിരാശ വഴികേടിന്റെ ഭാഗമാണ്. പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് നന്മകൾ കൂടുതൽ വർദ്ധിപ്പിച്ച് മഹാപാപങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗ സുഖങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്ന അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, പാപത്തിന്റെ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇസ്തിഗ്ഫാർ തന്നെയാണ്. എത്ര സമയം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ധാരാളം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പറഞ്ഞല്ലോ, നിങ്ങളെ ഞാൻ അധികമായി നരകത്തിൽ കണ്ടു, അതുകൊണ്ട് നിങ്ങൾ സദക്ക കൊടുക്കുന്നത്. സദക്ക കൊടുക്കുന്നത് പാപപരിഹാരമാണ്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന് സയ്യാത്ത്, നന്മകൾ വർദ്ധിപ്പിച്ചാൽ തിന്മകൾ എന്ത് ചെയ്യും, മാഞ്ഞു പോകും, മായ്ച്ചു കളയും. അതും അതിനുള്ള ഒരു പരിഹാരമാണ്. അപ്പോൾ ഇത്തരം പരിഹാരങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുവാനും നിരന്തരമാക്കാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം ആളുകൾ ഇന്ന് നമ്മുടെ ഈ കൊറോണ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല സുഹൃത്തുക്കളും സഹോദരങ്ങളും അത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാട്ടെ. ഈ രോഗവ്യാപനത്തെ അള്ളാഹു
തടയുകയും എല്ലാവർക്കും ആശ്വാസവും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മാതാവ് അത്യാസന്ന നിലയിലാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ എല്ലാവിധ വിപത്തുക്കളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. എല്ലാവിധ പാപങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പുറത്തു തരികയും എല്ലാവിധ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് കൺകൊള്ളുമ്പോൾ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു ഈ വിപത്തുക്കൾ ഒഴിഞ്ഞു മാറി ആരാധനകളും ജീവിതങ്ങളും സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനുള്ള തൗഫീഖും റഹ്മത്തും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل